ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊന്ന് പുറത്ത് പോകുന്ന ഒരു ഔട്ടിംഗ് വീഡിയോ ആണ്. ക്രിസ്മസ് കാലമാണല്ലോ, ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരിടത്തും ഒക്കെ ഉണ്ട്. അപ്പം ഒന്ന് പുറത്തോട്ടൊന്ന് പോകാൻ വേണ്ടിയാണ്. അപ്പം ആദ്യമേ പോയി രുദ്രുവിൻ്റെ സ്കൂളൊക്കെ അടച്ചു. അപ്പോൾ അവൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടണം. അപ്പോൾ അടുത്ത ഒരു ദിവസം ഒരു കല്യാണമൊക്കെ ഉണ്ട്. ആദ്യം മുടി വെട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ മണർകാട്ടുള്ള ഒരു സലൂണിലാണ് മിക്കവാറും പോകുന്നത്, ബെല്ലാമിയ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ കൂടെ പോകുമ്പം അവിടെ ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കും ഈ ഊഞ്ഞാലും ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. രുദ്രുവിൻ്റെയൊക്കെ മുടി കിട്ടുന്ന സമയത്ത് ഞാൻ പുറത്തിരിക്കുകയുള്ളൂ. അപ്പം അതിന് ശേഷം നമുക്ക് ടൗണിലേക്ക് പോകാനൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുവാണ്. അപ്പം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് രുദ്രു ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവന് ഫുഡ് വേണമെന്ന് പറഞ്ഞു. മെയിനായിട്ട് അവൻ കഴിക്കുന്നത് ദോശയാണ്. അവന് മല്ലിയിലയിട്ട സാമ്പാറും ഒക്കെയാണ് അവന് താല്പര്യം. ഒരു ദിവസം 3 നേരം നമ്മളത് ഉണ്ടാക്കി കൊടുത്താലും അവന് ഒന്നും പറയില്ല. അവനക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ദോശ. പിന്നെ നിവർത്തിയില്ലെങ്കിൽ ഇഡലിയും കഴിക്കും, സാമ്പാറും. അതാണ് അവൻ്റെ മെയിനായിട്ടുള്ള ഫുഡെന്ന് പറയുന്നത്. പ്ലെയിനായിട്ടുള്ള ദോശയാണ് അവൻ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് വെജിറ്റേറിയൻ ഹോട്ടലിൽ മെയിനായിട്ട് കഴിക്കാൻ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾ സ്ഥിരമായിട്ട് എറണാകുളമൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റുമാനൂരുള്ള ഒരു ഹോട്ടലുണ്ട്. അവിടെ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഒരുപോലെ നമുക്ക് കിട്ടും. പ്ലെയിൻ ദോശ അവിടെ അവൈലബിൾ ആണ്. അപ്പം ഞങ്ങൾ അസ്റ്റോറിയ എന്നാണ് അതിൻ്റെ പേര്. അവിടേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അവിടേക്ക് മെയിനായിട്ട് ഞങ്ങൾ ടൗണിൽ ടച്ച് ചെയ്ത് പോകാനെ കൊണ്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റീലിലും ഒക്കെ കാണുന്ന നമ്മുടെ കാരിത്താസ് ഹോസ്പിറ്റലിൽ നന്നായിട്ട് ലൈറ്റനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് കാണുക എന്നുള്ളത് മെയിനാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ ചെന്ന് അവന് പ്ലെയിനായിട്ടുള്ള ദോശ വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഞങ്ങളും പിന്നെ എന്നാൽ ഫുഡ് കഴിച്ചേക്കാമെന്ന് വെച്ച് ഞങ്ങളും കഴിച്ചു. ഞങ്ങൾ മെയിനായിട്ട് അൽഫാമാണ് ഓർഡർ ചെയ്തത്. അപ്പം ഞങ്ങൾക്കുള്ളതും വന്നു. ഞങ്ങൾ 2 കൂട്ടരും കഴിച്ചു. 2 ഹാഫ് അൽഫാം, 2 പ്ലെയിൻ ദോശ, ഒരു കോഫി, എല്ലാത്തിനും കൂടെ 540 രൂപ എങ്ങാണ്ടാണ് ബില്ല് വന്നത്. അപ്പോൾ അവിടെ തന്നെ ക്രിസ്മസിൻ്റെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് അവരുടെ ഒരു സെൽഫി പോയിൻ്റാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സെൽഫി എടുത്തിട്ട് അവരുടെ ഇൻസ്റ്റയിൽ ടാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1000 ആണോ 10,000 ആണോ അങ്ങാണ്ട് സമ്മാനം കൊടുക്കുന്ന ഒരു പരസ്യമൊക്കെ അവിടെ അവരിട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ തന്നെ ഒരു സൈഡിൽ ഈ ക്രിസ്മസിൻ്റെ ട്രീയും കാര്യങ്ങളുമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഞങ്ങൾ നേരെ കാരിത്താസിലേക്ക് പോവുകയാണ്. അപ്പം കാരിത്താസിൽ ഞാൻ മിക്കവാറും കുറച്ച് അധികം റീൽസിലും കാര്യങ്ങളിലുമൊക്കെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഇവിടം വരെ അടുത്താണല്ലോ, എന്നാൽ നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞപ്പം പിന്നെ ആവശ്യം പറഞ്ഞു എന്നാൽ പോയേക്കാമെന്ന് പറഞ്ഞു. അപ്പം ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അത്ഭുതപ്പെട്ട് പോകുന്ന സംഭവങ്ങളാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്തവണത്തെ ക്രിസ്മസ് കാരിത്താസ് ഹോസ്പിറ്റലുകാർ നന്നായിട്ട് കളറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കയറി പോകുന്ന ഒരു റോഡാണ്. അപ്പോൾ അവിടെ കുറച്ച് അവരുടെ ഒരു തെങ്ങ് പോലുള്ളൊരു സാധനം വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ചേ ഉള്ളൂ. അതിപ്പോൾ മെയിൻ നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ പോകുന്ന റോഡ് മെയിൻ റോഡാണ്. അവിടുന്ന് നേരെ അവരുടെ കോമ്പൗണ്ടിലേക്ക് കയറുന്നതാണ്. ആ കയറി ചെല്ലുന്ന ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗം മൊത്തം നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യമേ കൊണ്ടുവന്ന് അവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരമായിട്ട് കുറേ അധികം ആൾക്കാർ ഇത് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. സ്ഥലമെല്ലാം നന്നായിട്ട് ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗം മൊത്തം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് പാർക്ക് ചെയ്യാനൊക്കെ ഞങ്ങൾ പോവുകയാണ്. അപ്പം മേളിൽ ഈ ഹോസ്പിറ്റലിന് തന്നെ പാർക്കിംഗ് ഗ്രൗണ്ടുണ്ട്. അവിടെ കൊണ്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് ഈ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്ന സ്ഥലമാണിത്. കുറച്ചേറെ സ്പേസ് ഉണ്ട് അങ്ങോട്ട് കയറി വരാനൊക്കെ ഉണ്ട്. അത്രയും ദൂരം നന്നായിട്ട് തന്നെ റോഡിൽ നിന്ന് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി അങ്ങ് പോയി. അവിടെ പാർക്കിങ് നേരത്തെ ഉണ്ടായിരുന്നത് കൊണ്ട്, പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെയെല്ലാം വണ്ടി പാർക്കിംഗ് ആണ്. അപ്പം പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്നതാണ്. ആ താഴെ ഭാഗവും കുറേ ഭാഗമൊക്കെ മരത്തിലൊക്കെ നമ്മൾ ഇതേപോലെ ലൈറ്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വന്ന വഴി തന്നെ കയറി ഞങ്ങൾ തിരിച്ച് അവരുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കൊണ്ട് തന്നെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങി വന്നു.
ലക്ഷക്കണക്കിന് രൂപയുടെ ലൈറ്റനിങ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മൊത്തം അവിടെ എല്ലാം ഷൂട്ട് ചെയ്തെടുക്കുവാണ്. സ്റ്റാറുകൾ തന്നെ ഇങ്ങനെ കിടക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയാണ്. കുറേയേറെ ഭാഗം ഇങ്ങനെ പന്തൽ പോലെ ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ ഞങ്ങൾ നിൽക്കുമ്പം തന്നെയും വന്നും പോയി ഒത്തിരി ആൾക്കാർ അവിടെ കാണാനൊക്കെ ഇത് അറിഞ്ഞും കേട്ടുമൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. കാരണം ഫസ്റ്റ് ടൈമാണ് കാരിത്താസ് ഹോസ്പിറ്റലോ അല്ല ഇതേപോലെ ഒരു ബിൽഡിങ്ങിൽ ഇത്രയും ലൈറ്റനിങ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ 10-25 വർഷം ആകാറായിട്ടുണ്ട്. അപ്പം ആ സമയത്തൊന്നും കാണാത്ത ഒരു കാര്യമാണ് ഈ പ്രാവശ്യം കാരിത്താസ് ഹോസ്പിറ്റലുകാർ ചെയ്തിരിക്കുന്നത്. അപ്പം അത് കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയെല്ലാം അടുത്തല്ലേ, അപ്പോൾ ഇവിടങ്ങളിലുള്ള എല്ലാവരും ഇത് വന്ന് കാണാനൊക്കെ വരുന്നു. കുറച്ച് നമ്മൾ കുട്ടികളുമായിട്ടൊക്കെ നമുക്ക് ഒന്ന് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് ഒതുങ്ങിയ ഒരു സ്ഥലമാണ്. അധികം ട്രാഫിക്കും കാര്യങ്ങളില്ല. ഇവിടെയായിട്ട് വരുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ, വണ്ടികൾ മാത്രമേ എല്ലാത്തിലും വണ്ടികൾ നോക്കാൻ വേണ്ടി സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നമുക്ക് നടന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയായിരുന്നു. വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ കോട്ടയത്തൊക്കെ ഉള്ള ആൾക്കാർ നേരിട്ട് പോയി കാണാനൊക്കെ ശ്രമിക്കുക. നല്ല ഭംഗിയാണ്. ഒരു നമുക്ക് മനസ്സിന് നല്ലതായിട്ടൊരു റിഫ്രഷിങ് തരുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ അവിടെ ഒരു ഗ്രോട്ട ഉണ്ട്, അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് 4 അര ആർച്ച് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഇരിക്കാനെ കൊണ്ടുള്ള സ്പേസും ഉണ്ട്. പിന്നെ കുറച്ച് കാരിത്താസ് കുടുംബം എന്ന് പറഞ്ഞ ഒരു വീടും അതിന് മുമ്പിൽ ക്രിസ്മസ് കരോളിന് ആൾക്കാർ വന്ന് നിൽക്കുന്നതായിട്ടും ഒരു പാപ്പായൊക്കെ അവർ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെയും നമുക്ക് സെൽഫി പോയിൻ്റ് ഉണ്ട്. അവിടെയൊക്കെ ഒരു സാന്തായുടെ ഇത് വെച്ചിട്ട് സെൽഫി പോയിൻ്റ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് സെൽഫി എടുക്കാം. അപ്പം നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും കാണാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.